നിയമനത്തെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ കലഹം രൂക്ഷം. മുഖ്യമന്ത്രിയെ തള്ളി ലോയേഴ്സ് കോൺഗ്രസും കെഎസ്യുവും രംഗത്തെത്തിയതോടെ പ്രതിസന്ധി രൂക്ഷമായി. വി.ഡി. സതീശിന്റെ അടുപ്പക്കാരനും പറവൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് അനൂപ് വി. നായർക്കെതിരെ ലോയേഴ്സ് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ എത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. സ്റ്റേറ്റ് അറ്റോർണിയായി യു.ഡി.എഫ് സർക്കാർ നിയോഗിച്ച അനൂപ് വി. നായർ പറവൂർ സ്വദേശിയും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അടുപ്പക്കാരനുമാണ്. മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് സതീശന്റെ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന അനൂപിനെ അടുത്തിടെ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഹൈക്കോടതി യൂണിറ്റ് പ്രസിഡന്റുമാക്കി. ഭരണമാറ്റത്തിന് പിന്നാലെ ഗവൺമെന്റ് പ്ലീഡർ പദവി വാഗ്ദാനം ചെയ്ത് ഇയാൾ അഭിഭാഷകരിൽ നിന്ന് വ്യാപക പണപ്പിരിവ് നടത്തുന്നതായി ലോയേഴ്സ് കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിച്ചിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി.കെ. റഹ്മാൻ ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവനയിലും പ്രധാന ആരോപണം അനൂപ് വി. നായർക്കെതിരെയാണ്. വിവാദ നിയമനങ്ങൾ നിർദ്ദേശിച്ചത് സ്റ്റേറ്റ് അറ്റോർണി അനൂപ് വി. നായരാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. വഴിവിട്ട നിയമനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല എന്നുകൂടി ലോയേഴ്സ് കോൺഗ്രസ് ആരോപിച്ചതോടെ പ്രതിക്കൂട്ടിലാകുന്നത് വി.ഡി. സതീശൻ തന്നെയാണ്. ലോയേഴ്സ് കോൺഗ്രസിന്റെ പട്ടികയിൽ നിന്നാണ് നിയമനമെന്ന മുഖ്യമന്ത്രിയുടെ വാദവും സംഘടന തള്ളി. ഗവൺമെന്റ് പ്ലീഡർ നിയമനം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുവെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് നിരന്തരം അവസരം നിഷേധിച്ചു എന്ന് ലോയേഴ്സ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിയുടെ താൽപര്യങ്ങളാണ് നടപ്പാക്കപ്പെട്ടത് എന്ന് ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാവുകയാണ്. വി.ഡി. സതീശൻ തന്റെ ഇംഗിതം നടപ്പാക്കിയത് അനൂപ് വി. നായരിലൂടെയായിരുന്നു. അനൂപിനെ മുഖ്യമന്ത്രി സ്റ്റേറ്റ് അറ്റോർണിയാക്കുകയും ചെയ്തു. RSS പശ്ചാത്തലമുള്ള അഭിഭാഷകർ എങ്ങനെ സർക്കാർ അഭിഭാഷകരായി എന്ന ചോദ്യത്തിന് ഇതോടെ ഉത്തരമായി. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവരുടെ ആരോപണങ്ങളും വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.